നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോർച്ചുഗൽ തങ്ങളുടെ രണ്ടാമത്തെ നേഷൻസ് ലീഗ് നേടിയിരിക്കുകയാണ് 2018 ശേഷം. ആ ടൂർണമെന്റ് ഇനോഗ്രൽ സീസണിന് ശേഷം 2025 നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പോർച്ചുഗൽ നേഷൻസ് ലീഗ് നേടിക്കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ മൂന്നാമത്തെ ഇന്റർനാഷണൽ ട്രോഫി നേടിയിരിക്കുകയാണ്. സോ സ്പെയിൻ അഗെയിൻസ്റ്റ് പെനൽറ്റി ഷൂട്ടൗട്ടിൽ 3-5 ജയിച്ചുകൊണ്ടാണ് പോർച്ചുഗൽ ഫൈനലിൽ കപ്പെടുത്തിരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ ഫൈനലിൽ ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. സോ ഈ മാച്ചിന് മുമ്പ് നമ്മൾ കണ്ടതാണ് മീഡിയയുടെ ഫ്രണ്ടിൽ യമാലും വേഴ്സസ് ക്രിസ്ത്യാനോ എന്നുള്ളൊരു ബാറ്റിൽ 40 years old വേഴ്സസ് 17 years old ആൻഡ് ഫൈനലി ദ 40-year-old ദ ഗോട്ട് ഹിംസെൽഫ് സെഡ്, മോനെ നിനക്ക് ഇനിയും സമയമുണ്ട്, ഒന്നടങ്ങ്, ഞങ്ങൾ ഇങ്ങനെയാണ് കപ്പടിക്കുന്നത്, കാണ്, നമുക്കിനിയും സമയമുണ്ടല്ലോ മോനൊന്ന് ഹംബിൾ വാസ് യമാൽ ഹംബിൾ ടുഡേ? ആൻസർ ഈസ് യെസ്. നമ്മൾ നോക്കാനായിട്ടാണ് യമാല് ഇന്നത്തെ ദിവസം വൺ ഓഫ് ദ വേഴ്സ്റ്റ് പെർഫോമൻസ് ഇൻ സ്പെയിൻ ഷർട്ട്. ന്യൂനോ മെൻഡസിന്റെ പോക്കറ്റിലായിരുന്നു എന്ന് പറഞ്ഞ് ട്രോളൊക്കെ കാണാം. അത് ട്രൂ തന്നെയാണ്. ന്യൂനോ മെൻഡസിനെ അഗേൻസ്റ്റ് യമാൽ റിയലി സ്ട്രഗിൾ ചെയ്തു. ഈവൻ ദോ മാച്ചിനിടയിലാണെങ്കിലും നിങ്ങൾ നോക്കുവാണെങ്കിൽ സ്പേസസ് ഉണ്ടായിരുന്നു എക്സ്പ്ലോയിറ്റ് ചെയ്യാനെങ്കിലും പുള്ളി സേഫ് ഗെയിം കളിക്കുമായിരുന്നു. ബാക്ക് പാസ് ചെയ്യുക, ഗെയിം സ്ലോ ഡൗൺ ചെയ്യുകയായിരുന്നു. അതിന് എപ്പോഴൊക്കെ കിടക്കാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ വലിയ കാര്യമായിട്ട് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ 1-2 സിറ്റുവേഷൻ ഒഴിച്ചു നിർത്തിയാൽ കാര്യമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. സോ ഇതിനകത്ത് മാച്ചിലോട്ട് വരുമ്പോൾ രണ്ട് ടീമിലെ ലൈനപ്പിൽ സർപ്രൈസുകൾ ഉണ്ടായിരുന്നു. ഓസ്കാർ മിംഗ്വേസ് ആണ് റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ജാവനവസിനെ സർപ്രൈസ് അല്ല, ലാസ്റ്റ് മാച്ചിലും റൈറ്റ് ബാക്ക് ആയിട്ട് ജാവനവസിനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. കോൺസിസാവോന് സ്റ്റാർട്ട് കൊടുക്കുകയും ചെയ്തു നെറ്റോയോടൊപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയും ഫ്രണ്ടിൽ. സോ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സ്പെയിൻ വേർ ഓവറോൾ ദ ബെറ്റർ സൈഡ്. ആദ്യമേ സ്പെയിൻ ആണെങ്കിൽ സുബിമെൻഡി ത്രൂ ലീഡ് എടുത്തെങ്കിലും തിരിച്ച് ന്യൂനോ മെൻഡസിൻ്റെ ഒരു 1-1.5 ഗോളിൽ സൂപ്പർ ഗോള് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പോർച്ചുഗൽ ഈക്വലൈസ് ചെയ്യുന്ന കണ്ടു. പിന്നീട് ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് പെഡ്രിയുടെ ഒരു മൂവ് ഒസറവാൾ ത്രൂ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സ്പെയിൻ 2-1 ലീഡ് എടുത്തു. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ ഓവറോൾ സ്പെയിൻ്റെ കയ്യിലായിരുന്നു കൺട്രോൾ. ഓവറോൾ ഈവൻ ദോ ചില ഫേസസിൽ പോർച്ചുഗൽ ഡോമിനേറ്റ് ചെയ്തെങ്കിലും ഓവറോൾ സ്പെയിൻ വേർ ദ ബെറ്റർ സൈഡ്. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും കോൺസിസാവോനെ മാറ്റുന്നു, റൂബൻ നെവസ് വരുന്നു. ആൻഡ് ജാവ നെവസ് റൈറ്റ് ബാക്ക് റോൾ സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കണ്ടു. ജാവ നെവസിനെ മാറ്റുന്നു. ആൻഡ് റൈറ്റ് ബാക്ക് ആയിട്ട് ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള സെമൻഡോയും വരുന്ന കണ്ടു. സോ സെക്കൻഡ് ഹാഫിൽ പോർച്ചുഗൽ കളിയിലോട്ട് തിരിച്ചു വരുന്നതാണ് കണ്ടത്. ആൻഡ് എക്സ്ട്രാ ടൈമിലും ഐ വിൽ സേ ഓവറോൾ പോർച്ചുഗൽ വേർ ദ ബെറ്റർ സൈഡ് എക്സ്ട്രാ ടൈമിൽ. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഈ ഒരു പോർച്ചുഗൽ ടീം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ സെറ്റപ്പ് ചെയ്യുന്ന ഒരു പോർച്ചുഗൽ ടീം, ഇത് എങ്ങനെയുണ്ട്? ഈ ടീം സ്ട്രോങ് ടീമാണ്. നിങ്ങൾ സെക്കൻഡ് ഹാഫിലെ കളി കാണുവാണെങ്കിൽ അല്ലെങ്കിൽ ഈവൻ ജർമ്മനിക്ക് അഗേൻസ്റ്റ് കാണുവാണെങ്കിൽ പഴയ പോർച്ചുഗൽ അല്ലെങ്കിൽ പ്രോബബ്ലി പുറകിൽ പോയതിനു ശേഷം തിരിച്ചുവരവ് നടത്തുന്ന വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ പോർച്ചുഗൽ സ്ട്രെങ്ത് ആയിട്ട് പലപ്പോഴും അവരൊരു ഗോൾ അടിച്ച് ലീഡ് പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ബോളൊന്ന് അടിച്ചൊന്ന് പുറകിൽ പോയാൽ അവർ ഷെയ്ക്ക് ആവുന്നു, വൾണറബിൾ ആവുന്നു, ഡിഫെൻസീവ്ലി ഓപ്പൺ ആവുന്നു, ചാൻസുകൾ കൺവേർട്ട് ചെയ്യാതിരിക്കുന്നു, അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഈ ഒരു പോർച്ചുഗൽ ടീം ലാസ്റ്റ് ജർമ്മനിക്ക് അഗേൻസ്റ്റും ഇന്ന് സ്പെയിനിലും മാച്ചിൽ 2 തവണ പുറകെ പോയതിനു ശേഷം തിരിച്ച് ഗെയിമിലോട്ട് വരുന്നതാണ്. ജർമ്മനിക്ക് അഗേൻസ്റ്റും പുറകെ പോയതിനു ശേഷം തിരിച്ച് ഗെയിമിലോട്ട് വരുന്നതാണ്. സോ ഈ ടീമിന്റെ ഡിഫെൻസീവ്ലി ഈവൻ ഇന്നലെ 2 ഗോൾ കൺസീഡ് ചെയ്തില്ല എന്നല്ല, പക്ഷേ എന്നാലും ഡിഫെൻസീവ്ലി ഈ ടീം സോളിഡ് ആയിട്ടുള്ള ഒരു ഡുവോനെ ഫൈൻഡ് ചെയ്തായിട്ടുള്ള ഒരു ഫീൽ ഉണ്ട്. റൂബൻ നെവസ്, ഇനിയാഷ്, ആ ഒരു സെൻട്രൽ ബാക്ക് ഡ്യൂ ഉണ്ട്, ലുക്സ് റിയലി ഗുഡ്. ആൻഡ് ന്യൂനോ മെൻഡസ് എന്ന് പറയുന്ന വേൾഡ് ക്ലാസ്, വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക്, ആർഗ്യുബലി വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്നുള്ള ആർഗ്യുമെന്റ് ലിസ്റ്റിൽ നമുക്ക് ഇടാൻ പറ്റും. കാരണം ന്യൂനോ മെൻഡസ് പുള്ളിയുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഡിഫെൻസീവ് ഇഷ്യൂസ് ആയിരുന്നു. പുള്ളിനെ PSG സൈൻ ചെയ്തപ്പം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു, വിത്തൗട്ട് എ ഡൗട്ട്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഗോയിങ് ഫോർവേഡ്. ബട്ട് ഡിഫെൻസീവ്ലി കുറച്ച് വൾണറബിലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ന്യൂനോ മെൻഡസിനെ നിങ്ങൾ കാണുവാണെങ്കിൽ മനസ്സിലാവും, ഹീ ഈസ് എ കംപ്ലീറ്റ് പ്ലെയർ. അതായത് എപ്പം എക്സ്പ്ലോയിറ്റ് ചെയ്യണം സ്പേസസ് എന്ന ആൾക്കറിയാം. അല്ലാതെ ചുമ്മാ അഗ്രസീവ്ലി കയറിപ്പോയി ഓപ്പോണന്റിന് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. എപ്പോൾ സ്പേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാം, എപ്പോൾ റൺസ് ടൈം ചെയ്യണം, എപ്പോൾ റൈറ്റ് മൂവ്മെന്റിൽ ഇൻവേർട്ട് ചെയ്യണം, എപ്പോൾ റൈറ്റ് മൂവ്മെന്റിൽ എന്താ പറയുക സ്പേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്യണം, സെൻട്രൽ ഏരിയാസിലോട്ട് ഇൻവേർട്ട് ചെയ്യണോ പുള്ളിക്ക് അതറിയാം, വൈഡ് ഏരിയാസിലോട്ട് പോകണോ, ഓവർലാപ്പ് ചെയ്യണോ അതറിയാം, അണ്ടർലാപ്പ് ചെയ്യണോ അതറിയാം. ആൻഡ് ഡിഫെൻസീവ്ലി ഇപ്പം എൻ്റെ ടീം ആ സ്പേസസിലോട്ട് കയറണ്ട, ഡിഫെൻസീവ്ലി ടീമിന് അവയർനെസ് ആയിട്ട് കളിക്കണമെങ്കിൽ പുള്ളി അതും നന്നായിട്ട് കളിക്കുന്നുണ്ട്. പുള്ളിക്ക് ഡിഫെൻസീവ് അവയർനെസ് നല്ലപോലെ കൂടിയിട്ടുണ്ട്. അതായത് എപ്പോൾ റണ്ണ് നടത്തണം, എപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം, അത് പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാം. ആൻഡ് ഹീ ഈസ് സോ ഗുഡ്, റിയലി ഗുഡ്. ആ ഫസ്റ്റ് ഗോളിൻ്റെ ആ ഷോട്ട് ഒരു 1.5 ഗോളായിരുന്നു. അതുപോലെ തന്നെ ആ സെക്കൻഡ് ഗോൾ ക്രിയേറ്റ് ചെയ്ത് യമാലിനെയും ഓസ്കാർ മിംഗ്വേസിനെയും ഒറ്റ മൂവിൽ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു കിടിലൻ ക്രോസ് വിട്ടു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ഗോൾ വരുന്നത് നമ്മൾ കണ്ടു.
സോ ഈ ഒരു പോർച്ചുഗൽ ടീമുണ്ട്, ഈ ഒരു പോർച്ചുഗൽ ടീം പ്രോബബ്ലി ഇത്രയും യൂണിറ്റി ആയിട്ട് കളിക്കുന്ന ഒരു പോർച്ചുഗൽ ടീമിനെ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ടീമിനെ ഉള്ളിൽ ഈവൻ തോറും നമ്മൾ യൂറോസിന് ശേഷം ഇപ്പം ഈ നേഷൻസ് ലീഗ് പ്രോഗ്രസ് ചെയ്യും തോറും ഈ ടീമിനുള്ള യൂണിറ്റി നമുക്ക് കാണാം. ആസ് എ ടീം ദേ ആർ വർക്കിംഗ്. എന്നാ പറയുക, അവർക്കിടയിൽ ഒരു എന്നാ അടിക്കണം, ജയിക്കണം, ആ ഒരു കോൺഫിഡൻസ് ആസ് എ ടീം നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് കാണാനായിട്ടുണ്ട്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി എടുത്തു പറയേണ്ട കാര്യം സ്ക്വാഡുമാണ്. നിങ്ങൾ നോക്കാനാണെങ്കിൽ വേൾഡ് ഫുട്ബോളിലെ ഏറ്റവും ബെസ്റ്റ് സ്ക്വാഡെന്ന് ആർഗ്യൂ ചെയ്യാനും പറ്റും. ഇപ്പം വേൾഡിലെ എല്ലാ ടോപ്പ് ടീമിലും കളിക്കുന്ന സ്റ്റാർട്ടിംഗ് പ്ലേയേഴ്സിൻ്റെ ഒരു 11 തന്നെയാണത്. ഇവിടെ ഓഫ് ദ ബെഞ്ച് വരുന്ന ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ഓപ്ഷൻസുമാണ്. സോ വിത്തൗട്ട് എ ഡൗട്ട് പോർച്ചുഗലിന് ഒരു 1.5 ടീമുണ്ട്. ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോനെ കുറിച്ച് പറയണം, ആ ഒരു പസിലിലോട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ, നമുക്കറിയാം ക്രിസ്ത്യാനോ 3 വർഷം 4 വർഷം മുമ്പത്തെ റൊണാൾഡോ അല്ല. ബട്ട് പുള്ളിയുടെ ഡ്യൂട്ടി എന്താണ് ഈ ടീമിൽ? ബി ദാറ്റ് ലീഡർ, ബി ദാറ്റ് മാൻ ഹു ഫിനിഷസ് ദോസ് ചാൻസസ് ഇൻസൈഡ് ദ ബോക്സ്. അത് പുള്ളി ജർമ്മനിക്ക് അഗേൻസ്റ്റും ചെയ്തു. നമ്മൾ കറക്റ്റായിട്ട് പുള്ളി ആ ടൈം റൺ ചെയ്യുന്ന കണ്ടു. ആൻഡ് ഇന്നത്തെ മാച്ചിൽ ആളുടെ ഫസ്റ്റ് ഷോട്ട് എങ്ങാണ്ടാണ് ആൾ ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആ ഒരു മൊമെന്റ് ആൾ ക്യാപിറ്റലൈസ് ചെയ്തു. റൈറ്റ് മൊമെന്റിൽ ബോക്സിൽ ആളെത്തി. ആൻഡ് 8 ഗോൾ ആളാണെങ്കിൽ ഈ നേഷൻസ് ലീഗിൽ 9 മാച്ചിൽ നിന്ന് സ്കോർ ചെയ്തു. സോ എന്തൊക്കെ പറയാനും ശരി, ഒരു 40 വയസ്സുകാരൻ യൂറോപ്പിലെ UEFA നേഷൻസ് ലീഗ് കോമ്പറ്റീഷൻ 8 ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ക്രിസ്ത്യാനോയ്ക്ക് ക്രെഡിറ്റ് കൊടുത്തേ പറ്റും. നമുക്കറിയാം ക്രിസ്ത്യാനോ ആയതുകൊണ്ട് നമ്മൾ സർപ്രൈസ്ഡ് അല്ല. പക്ഷേ എന്നാലും 40 വയസ്സുകാരൻ ഈ ഒരു പെർഫോമൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ല. ഇന്നലെ ആണെങ്കിൽ യമാനിലെ കാലിൽ നിന്ന് 1-2 തവണ ബോളൊക്കെ വന്ന് ആളെടുത്തുകൊണ്ട് ഒന്ന് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് യമാനിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ സ്പെയിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് മേ ബി പാളി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓസ്കാർ മിംഗസിനെ സ്റ്റാർട്ട് ചെയ്തത് റിയലി ഒരു മോശം ഡിസിഷൻ ആയിരുന്നു. അതുപോലെ തന്നെ നേഷൻസ് ലീഗ് ഫൈനലാണ്. നെക്സ്റ്റ് ഇയർ വേൾഡ് കപ്പിലോട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇപ്പോൾ എല്ലാ ടീമുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു ബിഗ് മാച്ചിൽ പ്ലേയേഴ്സിന് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പല കോച്ചുകൾക്കും ഉണ്ട്. സോ കോൺസിസാവനെ ഡെഫിനറ്റ്ലി പോർച്ചുഗൽ സ്റ്റാർട്ട് ചെയ്തത് അത് മനസ്സിൽ വെച്ചാണ്. പിന്നെ ജോവനോസിനെ റൈറ്റ് ബാക്ക് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനത്തെ കോമ്പറ്റീഷൻസിൽ ഡെഫിനറ്റ്ലി നോക്കാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഓസ്കാർ മിംഗ്വേസ, മോർ ദാൻ ദാറ്റ് ഓസ്കാർ മിംഗ്വേസ, അതുപോലെ തന്നെ ഡീൻ ഹച്ചൻ. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പാവ് കുബാർസിയാണ് ഇതിന് മുമ്പത്തെ പല മാച്ചുകളിലും കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ലാസ്റ്റ് 2 മാച്ചിൽ ഡീൻ ഹച്ചനെ ആൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഡീൻ ഹച്ചൻ കുബാർസിയുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടാം എന്ന ആൾക്കൊരു ഐഡിയ ഉണ്ട്. അതുപോലെ തന്നെ ഓൾമോനെ ഇന്നലെ യൂസ് ചെയ്തില്ല, ഇസ്കോനെയാണ് ഓഫ് ദ ബെഞ്ച് കൊണ്ടുവന്നത്. സോ ഓൾമോയുടെ കയ്യിൽ നിന്ന് എന്ത് കിട്ടാമെന്ന് പുള്ളിക്കറിയാം. സോ മേ ബി ഇസ്കോ തിരിച്ച് ടീമിലോട്ട് വരാണ്, എന്ത് ഇസ്കോ കൊണ്ടുവരും എന്ന് പുള്ളിക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഡീൻ ഹച്ചൻ സെൻറ്റർ ബാക്കായിട്ട് കളിച്ചാൽ എന്ത് കൊണ്ടുവരും എന്ന് ലോഫൻഡൽസിന് അറിയേണ്ട ആവശ്യമുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ മാച്ചുകൾ അത് ട്രൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഹി ഡിഡ് ദാറ്റ്. ആൻഡ് ഡീൻ ഹച്ചൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഹി വാസ് സോ ഗുഡ്, എസ്പെഷ്യലി ഓൺ ദ ബോൾ. ഡീൻ ഹച്ചൻ റിയലി കാം ആയിരുന്നു, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഡീൻ ഹച്ചൻ, റോബിനി നോർമാൻ സെൻട്രൽ ബാക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ കളിച്ചു. ആൻഡ് കുക്കറെ ഓൾസോ പ്ലേഡ് വെൽ. ഓവറോൾ ആ റൈറ്റ് ഹാൻഡ് സൈഡ് പോർച്ചുഗലിൽ അത്യാവശ്യം പുള്ളി ഷട്ട് ഡൗൺ ചെയ്തു. ശരിയാണ്, ആ ഗോളിൽ മേ ബി ക്രിസ്ത്യാനോ അടിച്ച ഗോളിൽ മേ ബി കുറച്ചാൽ ബെറ്റർ ഡിഫെൻഡ് ചെയ്യാതെ ഇച്ചിരി സ്ട്രോങ്ങറായി നിൽക്കായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ക്രിസ്ത്യാനോയുടെ ജമ്പാണ്, അത് ഈസി അല്ല അവിടെ കുക്കറയെ ഡിഫെൻഡ് ചെയ്യുക. മേ ബി ഡൺ ബെറ്റർ എന്ന് ആളോട് പറയും, പക്ഷേ അഗെയിൻസ്റ്റ് ക്രിസ്ത്യാനോ. ആൻഡ് മോർ ദാൻ ദാറ്റ് ഇന്നലെ ഓസ്കാർ മിംഗോസ് വാസ് റിയലി ബാഡ്, എസ്പെഷ്യലി ആ 2 ഗോളിൽ. ഫസ്റ്റ് ഗോളിലാണെങ്കിലും ന്യൂനോ മെൻഡസിൻ്റെ ആ ഗോളിലാണെങ്കിലും പുള്ളി അവിടെ സ്ലിപ്പാവുന്ന പോലെ നമുക്ക് തോന്നി. ആൻഡ് സെക്കൻഡ് ഗോളിലാണെങ്കിലും പുള്ളിയുടെ പൊസിഷനിങ് വാസ് റിയലി ബാഡ്. ആ ന്യൂനോ മെൻഡസിനെ യമാലിനെ ടേക്ക് ഓൺ ചെയ്തപ്പോൾ വളരെ മോശം പൊസിഷനിങ് ആയിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പെഡ്രി പിച്ചിൽ ഒന്ന് മാറിയപ്പോഴാണ് ഓവറോൾ സ്പെയിൻ നമ്മൾ നോക്കാനായിട്ടാണ് കയ്യിൽ നിന്ന് കൺട്രോൾ പോകുന്നുണ്ട്. സോ മേ ബി അത് സ്പെയിൻ നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അറിയാമല്ലോ ബ്രോ, സീസൺ എൻഡ് ചെയ്യുവാണ്, പ്ലേയേഴ്സ് ഫറ്റീഗ്ഡ് ആവും. മേ ബി ആ ഒരു എക്സ്ട്രാ 1/2 മണിക്കൂർ നിർത്തിക്കായിരുന്നു എന്ന് ചോദിച്ചാൽ 1/2 മണിക്കൂർ നിർത്തിയാൽ മേ ബി പുള്ളിയുടെ ബോഡിക്ക് അത് താങ്ങാൻ പറ്റത്തില്ലായിരിക്കും. ഇവർക്കും മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടല്ലോ. മേ ബി വൺ ഓഫ് ദ റീസൺ അതാണ്. ഇതൊരു സീസൺ എൻഡിൽ കളിക്കുന്ന ഒരു മാച്ചാണ്, പ്ലേയേഴ്സ് എല്ലാം ഫറ്റീഗ്ഡ് ആണ്. സോ പെഡ്രീനെ മാറ്റിയത് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല, അത് കോച്ചിൻ്റെ കോളാണ്. ഡെഫിനറ്റ്ലി പ്ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് നെക്സ്റ്റ് സീസണിലേക്ക്. പിന്നെ വേൾഡ് കപ്പ് ഒക്കെ വരുവാണ്. സോ അതിനത്ര പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ആ ഒരു ആർഗ്യുമെന്റ് ട്വിറ്ററിലൊക്കെ കണ്ടു. ബട്ട് കോച്ചിൻ്റെ കോളാണ്. പെഡ്രി ഫുൾ 90 മിനിറ്റ്സ് കളിക്കാനായിട്ടുള്ള ഫിറ്റ്നസ് കാണത്തില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സുബിമെൻഡിയുടെ പെർഫോമൻസ് വാസ് റിയലി ഇംപ്രസീവ്. പറയാതിരിക്കാൻ വയ്യ. ഇന്നലത്തെ മാച്ചിനും ആൾ കുഴപ്പമില്ല കളിച്ചു. ആൻഡ് പോർച്ചുഗൽ ടീമിലോട്ടും ഓവറോൾ നോക്കാനായിട്ടാണെങ്കിൽ വിറ്റീന എറ്റാനദർ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ്. ബ്രൂണോ ഫെർണാണ്ടസ് ഈവൻ ദോ പുള്ളിയുടെ ഗ്രേറ്റസ്റ്റ് പെർഫോമൻസ് അല്ലായിരുന്നു, പക്ഷേ ഹി വാസ് എ ലീഡർ ഇൻ ദാറ്റ് പിച്ച്, അത് പറയാതിരിക്കാൻ വയ്യ. ബട്ട് ന്യൂനോ മെൻഡസ് മാൻ ക്വാളിറ്റി. ന്യൂനോ മെൻഡസ് ആണ് ആ ടീമിലെ ഏറ്റവും ഇംപ്രസ് ചെയ്ത പ്ലെയർ വിത്തൗട്ട് എ ഡൗട്ട്. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ റോബർട്ടോ മാർട്ടിനസ് നടത്തി, അതെടുത്ത് പറയാം. ബെർണാഡോ സിൽവനെ നമ്മൾ കണ്ടു. ബെർണാഡോ സിൽവ ഇന്നലെ ഓവറോൾ വാസ് ബിറ്റ് സ്ട്രഗ്ലിംഗ്, ആളെ മാറ്റേണ്ട സമയത്ത് മാറ്റി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് കോൺസിസാവോ വർക്ക് ആവുന്നില്ലായിരുന്നു ഫസ്റ്റ് ഹാഫ്. ആൾ റൈറ്റ് ആയിട്ടുള്ള സെമൻഡോനെയും റൂബൻ നെവസിനെയും കൊണ്ടുവന്ന് ബെർണാഡോനെ ഫ്രണ്ടിലോട്ട് മാറ്റി മിഡ്ഫീൽഡിലോട്ട് കുറച്ചുകൂടെ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് പുള്ളിക്ക് സാധിച്ചു. സോ
അങ്ങനെ റൈറ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ റോബർട്ടോ മാർട്ടിനസ് നടത്തി. ആൻഡ് ഷൂട്ട് ഔട്ടിലോട്ട് വന്നപ്പോൾ ഡിയാഗോ കോസ്റ്റ മാൻ എഗെയിൻ പുള്ളി ഒരു പെനൽറ്റി സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആ ഒരു ഇതേ സേവ് ചെയ്തോളൂ, ബട്ട് ദാറ്റ് വാസ് സോ ഗുഡ്. ഇസ്കോഡേയും വളരെ ക്ലോസ് ആയിരുന്നു സേവ് ചെയ്യുന്നതിൻ്റെ. ബട്ട് അതൊരു ഒന്നൊന്നര ജഡ്ജ്മെന്റ് തന്നെയായിരുന്നു. മൊറാട്ടയുടെ വീക്ക് പെനൽറ്റി ആയിരുന്നു. വിത്തൗട്ട് ക്യാപ്റ്റൻ മൊറാട്ട പിച്ചിലിറങ്ങുന്നു പെനൽറ്റി ഷൂട്ട് ഔട്ടേയും വെച്ച് തന്നെ. പക്ഷേ മൊറാട്ടയ്ക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അപ്പുറത്ത് ന്യൂനോ മെൻഡസിന്റെ പെനൽറ്റി ആയിരുന്നു ഏറ്റവും ബെസ്റ്റ്. പവർഫുൾ സാധനമായിരുന്നു, കിഡ്ലൻ സാധനമായിരുന്നു. അവനെ ബ്രൂണോ കൺവേർട്ട് ചെയ്തു, വിറ്റീനെ കൺവേർട്ട് ചെയ്തു, ന്യൂനോ മെൻഡസ് കൺവേർട്ട് ചെയ്തു, റൂബൻ നെവസ് കൺവേർട്ട് ചെയ്തു. സോ പോർച്ചുഗലിന്റെ അടിച്ച എല്ലാവരും കൺവേർട്ട് ചെയ്തു. ആ സമയത്ത് ഇപ്പുറത്ത് പൊറാട്ടയ്ക്ക് മിസ്സായി. അതുപോലെ തന്നെ റാഫേലിയോ ഇന്നലെ 46 മിനിറ്റാണ് പിച്ച് വന്ന് കളിച്ചത്. ആൾ ഇന്നലെ ഒരു ഒന്നൊന്നര പെർഫോമൻസ് കൊടുത്തു, പറയാതിരിക്കാൻ വയ്യ. ടയേർഡ് ലെഗ്സിന് അഗേൻസ്റ്റ് പുള്ളി നമുക്കറിയാം അലിയാൻസ് അറീനയാണ്. പുള്ളി ബയൺ മ്യൂണിക്കുമായിട്ട് നല്ല ലിങ്ക്സ് ഉണ്ട്. ജർമ്മനിയിലാണ് കളി നടക്കുന്നത്. മേ ബി ഒരു ഷോ നടത്താനായിട്ടാണോ എന്ന് അറിയത്തില്ല. പൊതുവേ നമ്മൾ ഇത്രയും പുള്ളിയുടെ നിന്ന് കാണാറുണ്ട്, റാഫേലിയോടെ ഈ ഒരു എക്സൈറ്റിംഗ് പെർഫോമൻസുകൾ കാണാറുണ്ട്. പക്ഷെ അത് വല്ലപ്പോഴുമാണ് കിട്ടാറാണ്. ഇന്നലെ ആ വല്ലപ്പോഴും ഉള്ളൊരു ദിവസമായിരുന്നു. റാഫേലിയോ ഇറങ്ങിയതിന് ശേഷം സ്പെയിൻ തല കറങ്ങുമായിരുന്നു എന്ന് പറയുന്നത്. പുള്ളി ആ ലെഫ്റ്റിലിട്ട് വട്ടം കറക്കുമായിരുന്നു സ്പെയിൻ ഡിഫൻഡേഴ്സിനെ എല്ലാം. സോ എങ്ങനെ ഒരു ഗോൾ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പുള്ളി ഇഷ്ടംപോലെ ആ ഒരു ഏരിയയിൽ പുള്ളിയും ന്യൂനോ മെൻഡസും കമ്പൈൻ ചെയ്ത് നല്ല കുറേ മൂവ്സ് ഉണ്ടായിരുന്നു. ഒരു കിടിലൻ കളി തന്നെയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. സോ ലച്ചി കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ഇന്നലെ ന്യൂനോ മെൻഡസിനെ ആരും ഒരു തവണ പോലും ഡ്രിബിൾ പാസ് ചെയ്തിട്ടില്ല. 7 out of 10 ഗ്രൗണ്ട് ഡ്യുവൽസ് ആൾ വിൻ ചെയ്തു. 79 ടച്ചസ് മാൻ. ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ന്യൂനോ മെൻഡസ് ആയിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി. ക്രിസ്ത്യാനോയുടെ ഒരു കാര്യങ്ങളും പറയണം. ക്രിസ്ത്യാനോ ഇന്നലെ നിങ്ങൾക്ക് കാണാമായിരുന്നു. ആൾ ഇഞ്ചറി പറ്റി എക്സ്ട്രാ ടൈം തുടങ്ങുന്നതിന് കുറച്ച് നേരം മുമ്പ് ആൾ പോകുന്നുണ്ട്. പക്ഷെ ക്രിസ്ത്യാനോ നമുക്ക് ആ സൈഡ് ലൈനിൽ ഇരുന്ന് കാണാം. പുള്ളി നേഷൻസ് ലീഗാണ്, ഇതൊരു വേൾഡ് കപ്പോ യൂറോസോ ഒന്നുമല്ല. പക്ഷെ ഈ ഒരു ടൂർണമെന്റ് ആണ് ഇപ്പോൾ ഇത്രയും 40 വയസ്സായി, 10-23 വർഷമായിട്ട് ആൾ ടോപ്പ് സ്റ്റേജിൽ കളിക്കുന്ന പ്ലെയറാണ്. വേൾഡ് കപ്സ്, യൂറോസ്, ചാമ്പ്യൻസ് ലീഗ് മാച്ചുകൾ, ഡൊമസ്റ്റിക് കപ്പുകൾ എല്ലാം കളിച്ചിട്ടുണ്ട്. ബട്ട് യുഎഫ നേഷൻസ് ലീഗ് പോലെ ഇങ്ങനത്തെ ഒരു ടൂർണമെന്റ് പലരും ആർഗ്യം ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് ഇതാണോ എന്ന്. ബട്ട് ക്രിസ്ത്യാനോയുടെ ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് കാണാൻ. ആ സൈഡ് ലൈനിൽ പുള്ളി കരയുവാണ്, പുള്ളി പ്രാർത്ഥിക്കുവാണ്. ആ പെനൽറ്റി ഷൂട്ടൗട്ടിലൊക്കെ പുള്ളി പ്രാർത്ഥിക്കുവാണ്, കരയുവാണ്, പുള്ളി ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സോ അത്രമാത്രം പുള്ളിക്ക് ഓരോ നിസ്സാര ടൂർണമെൻ്റാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ പലരും ആർഗ്യം ഇതെന്ത് മാത്രം ഒരു കപ്പ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ക്രിസ്ത്യാനോയുടെ മോന്തയ്ക്കൊന്ന് കാണും. ഫോർ വിന്നിങ് ഫോർ പോർച്ചുഗൽ. ആൻഡ് എത്ര ചെറിയ കോമ്പറ്റീഷൻ ആണെങ്കിലും കപ്പ് ഈസ് എ കപ്പ്, വിക്ടറി ഈസ് എ വിക്ടറി. എന്നാ പറയുക കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്നത് നിസ്സാര കാര്യമില്ല. അത് എത്ര ഇതാണെന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫേസ് നിങ്ങൾക്ക് അത് കാണാം. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ, ഇത്രയും കോമ്പറ്റീഷൻസ് കണ്ടിട്ടുള്ള മനുഷ്യൻ ഇപ്പോഴും ഈ ഒരു ഡിറ്റർമിനേഷൻ, ഈ ഒരു ടെൻഷൻ, ഈ ഒരു പ്രഷർ പുള്ളിക്ക് സൈഡ് ലൈനിലുണ്ടെങ്കിൽ എന്തുമാത്രം ആണ് പുള്ളി ഈ ടീമിനെ സ്നേഹിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഡെഫിനറ്റ്ലി 2026 വേൾഡ് കപ്പ് കീപ്പാനായി പോർച്ചുഗൽ. നെക്സ്റ്റ് 1 ഇയർ പോർച്ചുഗൽ എങ്ങനെ പോകുന്നു എന്നുള്ളത് ഈഗർലി ഞാൻ നോക്കിയിരിക്കുന്ന കാര്യമാണ്. പല എക്സൈറ്റിംഗ് യങ്സ്റ്റേഴ്സ് ഈ ടീമിലോട്ട് വരാനുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. കോസ്റ്റ എഗെയിൻ മാൻ. കോസ്റ്റ മിക്കവാറും കോസ്റ്റനെ ഏതൊരു ടോപ്പ്, പോർട്ടോ മോശമാണെന്നല്ല, ബട്ട് കോസ്റ്റ ഈ സമ്മറിൽ കീപ്പാനായും കോസ്റ്റ ഏതൊരു ടോപ്പ് ടീമിലോട്ട് പോകാൻ സാധ്യതയുള്ളൊരു ഗോൾ കീപ്പർ തന്നെയാണ്. ആസ്കിംഗ് പ്രൈസ് ഒന്ന് പോർട്ടോ അഡ്ജസ്റ്റ് ചെയ്യടേ. ചെക്കൻ ഒരു ടോപ്പ് ടീമിലോട്ട് വരട്ടെ. ചെക്കൻ ഒരു 1.5 ഗോൾ കീപ്പർ വിത്ത് ദ ഫീറ്റ്. ഷൂട്ട് ഔട്ട്സിൻ്റെ കാര്യത്തിലും എല്ലാം എക്സ്പേർട്ടാണ്. ഒരു മോഡേൺ ഗോൾ കീപ്പറിന് വേണ്ട എല്ലാം ഉണ്ട് കോസ്റ്റലിൽ. സോ ഈവൻ പുള്ളിയുടെ ഏരിയൽ ബോൾ കളക്ട് ചെയ്യാനായിട്ടുള്ള അബിലിറ്റിയും അത് ഇമ്പ്രൂവ് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. അത് ചെറിയൊരു ഇഷ്യൂസ് ആയിട്ട് നേരത്തെ തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് റീസെൻ്റ്ലി നോക്കാനായിട്ട് ഈ 2 മാച്ചുകളിലും നേഷൻസ് ലീഗിൽ ഇതിന് മുമ്പ് ആ മാച്ചിലൊക്കെ ആണെങ്കിലും ഡെൻമാർക്കിന് അഗേൻസ്റ്റ് ആയിരുന്നെങ്കിലും ഇവ സോളിഡ്. ക്രോസസ് വരുമ്പോഴും മറ്റുമൊക്കെ കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഹി ലുക്ക് സോളിഡ്. സോ ഈസ് ഇംപ്രൂവിങ്. എന്തുകൊണ്ട് ടോപ്പ് ടീമുകൾ ഒന്ന് ശ്രമിച്ചുകൂടാ? പോർട്ടോ ഒന്ന് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ തിങ്ക് ടൈലർ മെയ്ഡ് ഫോർ സിറ്റി. പെർഫെക്റ്റ് എഡർസന്റെ പെർഫെക്റ്റ് ലോങ് ടൈം റീപ്ലേസ്മെന്റ് ആണ് കോസ്റ്റ. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാതിരിക്കും.